ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പർഷ്യൻ കടയിലേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പോയേക്കാം. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി സെറ്റായിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കാത്തുക്കുക, അവൻ വന്നിട്ടില്ല, ലൈറ്റാണ് ചെക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വിഷ്ണുവിനെ പിക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, നമുക്ക് നേരെ പോവാം. ഇനി ആരെ പിക്ക് ചെയ്യേണ്ടത്? ഇങ്ങനൊക്കെ എഴുതിട്ടോ, നേരത്തെ കാലത്ത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. നമ്മളങ്ങനെ വൈഫിനെ പിക്ക് ചെയ്തിട്ടുണ്ട്, ബേക്ക് എടുക്കുന്നുണ്ട്. നമ്മളിനി ഇങ്ങോട്ടേക്കാം, നേരെ കുത്തുറമ്പ് കതിരൂര്. നമുക്കൊരു ചെക്കനെ കൂടെ പിക്ക് ചെയ്യാനുണ്ട്. കതിരൂര് ആണ് അവന്റെ വീട്. നേരെ അടുത്തൊക്കെ പോവാം. നല്ല മയക്കുള്ള ചാൻസ് ഉണ്ടല്ലേ? അതിനടുത്ത് 200 പോട്ടി പിടിക്കും. കേറ്റി കേറ്റി വണ്ടി രണ്ടാ നമുക്ക് സെൽഫായിട്ട് അടിക്കാൻ പറ്റും. സെൽഫായിട്ടാ? സെൽഫായിട്ട് അടിക്കാൻ പറ്റുന്നതാണ്. ദുബായിലല്ല അങ്ങനല്ലേ? നമ്മളങ്ങനെ അമ്പലത്തിലെത്തിയിരിക്കുന്നു. ഏതോ കൊത്തുന്നതാണ് ഇങ്ങോട്ടാ. ഇങ്ങോട്ട് കിട്ടണം, ക്യാമറ കിട്ടണം. നീ കൊത്തുന്നുണ്ടോ? ഒപ്പം മോളോട്ട് വരട്ടെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പൊളിച്ച് കുറച്ച് മൈനസിൻ്റെ നമ്മളിപ്പോ കേരളശ്ശേരി അമ്പലത്തിലാണുള്ളത് അല്ലേ? അതെ അതെ അതെ. ഇലയിൽ കല്ല് വെക്കുക. അതാണ് അവിടെ കുറെ വെച്ചാണെന്നുണ്ടല്ലോ. കല്ല് അവിടെ അതൊരാൾ വെച്ചതാ, വേറെ എടുക്കില്ല. വേറെ വെക്കടാ, ഞങ്ങ പോയിട്ട് എടുത്തുണ്ട് അങ്ങനെ കുറെ കല്ല്. കല്ലെടുക്കടാ. ആഗ്രഹം വിഷ്ണു വഹിച്ചോട്ടെ. ഇങ്ങനെ കല്ല് വെക്കുക. ഇതാണ് ഇവിടുത്തെ രീതി. എന്നാലെന്നാവുക? അന്നേരം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നടക്കും. നാളെ ബ്ലോഗ് ഉണ്ടാവും നമുക്ക് ഇനി നേരെ അങ്ങനെ നമ്മള് പെർളശ്ശേരിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ എവിടെയാ? പറശ്ശിനിക്കട. വണ്ടി നോക്കണ്ട. അമ്പലം നോക്കി ഗൈസ്, ശരിക്കും നമ്മളെ ഈ ഇതെല്ലാം ഇല്ലേ മറ്റേത് ലെൻസുകളിൽ വളക്കുവാൻ ഒരു അരമണിക്കൂർ. ഇതൊക്കെ നമ്മൾ എടുക്കണം. റിവ്യൂ ആയിരിക്കും കിട്ടിക്കുന്നത്. നമുക്ക് പിടിക്കണം. ചായ പിടിക്കണ്ടേ? ഞാൻ പറയാം ബ്ലോഗ് കണ്ടു. പരിപാടി കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പാപ്പിൻശ്ശേരി കേറില്ല, പക്ഷെ അതിന്റെ പുറത്ത് വരാം. അവിടെ ഏതോ സ്ഥലമില്ല, സ്ഥലമുണ്ട്, ഒരു വ്യൂ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ടൊക്കെ പോയേക്കാം അല്ലേ? മാപ്പിട് വിഷ്ണു, മാപ്പിട്ടാ മാപ്പിടാ. അടുത്തുള്ള സ്ഥലത്ത് പോകുന്ന പോക്കിലാണ് എടക്കാട്. അടുത്തുള്ള സ്ഥലത്ത് നോക്കിടാ. ഓക്കെ, ഗൈസ് നമ്മള് ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയ സ്ഥലമാണിത്. പോയാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ഉണ്ട്. മറ്റേ നമ്മളെ പർഷ്യൻ അമ്പലത്തിന്റെ മുന്നിൽ കൂടി പോകുന്നൊരു ബോട്ടില്ലേ, ആ ബോട്ട് അവിടെ കാണാൻ പറ്റും. നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. നമ്മളിപ്പോ തലശ്ശേരി എത്താനായി. തലശ്ശേരി നമ്മൾ ബ്ലോക്ക് പൊട്ടിട്ടാണ്, അൺബ്ലോക്കാണ്.
ഇതിനെന്താ അറിയ ഇവന്റെ ഒരു പ്രശ്നം വെച്ചാൽ ബ്ലോക്ക് എന്നത് ബ്ലോക്ക് എന്താ അറിയില്ല എന്താണെന്നറിയില്ല, അതിനുള്ള ബുദ്ധിയില്ല. അവന്റെ വിചാരം ബ്ലോക്ക് ഹാർട്ടിലെ ബ്ലോക്ക് എന്താണ്. ഇപ്പൊ നമ്മള് ധർമ്മടം കഴിഞ്ഞു, അടുത്ത മൈപ്പിലങ്ങാട് ഈ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് ചെയ്യും. നമ്മൾ നോക്കിയിട്ട് അതും കൂടെ അഭിപ്രായത്തിലാക്കാം. നോക്കാം. ഇപ്പൊ ഏകദേശം 4 മണിയായിട്ടുണ്ട്. കാരണം നമ്മൾ കുറെ ഫുഡൊക്കെ വെച്ച് അവിടെ ഇവിടേക്ക് ഇരുന്ന് അങ്ങനെ കുറച്ച് ടൈം പോയി. അല്ലെങ്കിൽ ഉച്ചക്ക് നല്ല ഓഫറും കിട്ടില്ല നമുക്ക് അതിന്റെ ഇടയ്ക്ക്. നമ്മള് സ്ഥലത്തിന്റെ പക്ഷെ ഞങ്ങൾക്ക് പണി കിട്ടിയത് നെസ്റ്റോ ആണ്. പണിയിട്ടുണ്ട്. ഫുഡിന് പ്ലേറ്റ് തന്നില്ല. അവസാനം ഫുഡിന് പ്ലേറ്റ് ഇട്ടില്ല. 10 രൂപയുടെ പൊറാട്ട മേടിച്ചു. ഫുഡ് കോർട്ട് അലൗഡ് അല്ല. വളരെ മോശമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി അതിന്റെ അവിടെ ഒരു ഫുഡ് മേടിച്ച് പുറത്ത് പോയി കഴിക്കാന്ന് പറയുന്നത് വളരെ ഇന്നത്തെ കാലത്ത് വളരെ പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ ഫുഡ് ഉണ്ട്, ഫുഡ് കോർട്ട് കൊണ്ടുപോയി കഴിക്കാൻ പറ്റില്ല. അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫുഡ് കോർട്ട് ഉണ്ട്. നമ്മൾ താഴെന്ന് മേടിക്കുന്ന ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് ഒരിക്കലും മുകളിൽ പോയി കഴിക്കാൻ പറ്റില്ല. അലോഡല്ല. അവിടെ ഉള്ള തന്നെ ഫുഡ്. അപ്പൊ നമ്മള് വാല്യൂ വെച്ചിട്ട് എത്രയും പൈസയും കൊടുത്ത് ഒരു സാധനം മേടിച്ചിട്ട് പുറത്ത് പോയിട്ട് പിന്നെയും കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് പിന്നെ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് മേടിക്കുക, അത് പ്ലേറ്റ് മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു വലിയൊരു മോശമായിട്ടുള്ള സാധനമാണ്. നല്ല ഓഫേഴ്സ് ആണ്. നെക്സ്റ്റോ മസ്റ്റ് വാച്ച് ആണ്. നല്ല ഓഫർ ഉണ്ട്. നെക്സ്റ്റോ മസ്റ്റ് ആണ്. അതാണ് കാരണം നല്ല ഓഫേഴ്സ് ഉണ്ട്. കാരണം അതും കൂടി ഓരോ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓഫർ നടക്കുന്ന സമയത്ത് ഫുഡ് എന്താ പറയാ, ആ സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കാം. കൂടുതലായിട്ട് നമ്മൾ ഫുഡ് സാധാരണക്കാർ ഫുഡ് കഴിക്കാൻ നോക്കാം ഇതുപോലത്തെ ഓഫറുള്ള സമയത്താണ്. അതാണ്. പക്ഷെ ആ സമയത്ത് അവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഇല്ല. അത്രയും ശരിയില്ല. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി വീട്ടിലെ വ്ലോഗ് എന്ന് പറയും തുടരും തുടർന്നുകൊണ്ടിരിക്കുന്നു. ബൈ.